ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒഫീഷ്യൽ ടീസർ ഇന്നലെ പുറത്തിറങ്ങി. വൈകുന്നേരം 7 മണിക്കാണ് ടീസർ പുറത്തിറങ്ങിയത്. ആളുകളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നില്ലെങ്കിലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഒരു ടീസർ 10 ലക്ഷം വ്യൂസിലേക്ക് എത്തിയിരിക്കുകയാണ്. 17 മണിക്കൂർ കൊണ്ട് 10 ലക്ഷം വ്യൂസിലേക്ക് എത്തിയിരിക്കുന്നു. ട്രെൻഡിങ്ങിൽ നമ്പർ 4 ആയിട്ടാണ് സിനിമ നിൽക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പിറക്കുമ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണെങ്കിൽ അതിൻ്റെ ഹൈപ്പ് കുറച്ച് കുറയുന്ന ലെവലിലുള്ള ഒരു ടീസറാണ് വന്നത്. നമുക്കറിയാം, വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു ചെറിയ പടം, ചെറിയ ദിവസങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമ ഒരു പക്ഷേ അതിൻ്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള ഒരു സംസാരമുണ്ട് പുറത്ത് നമുക്ക് കേൾക്കുമ്പോൾ. എന്തായാലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ടീസർ ശരിക്കും ടീസ് ചെയ്യുന്ന പോലെയാണ്. പ്രത്യേകിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു കോമഡി ജോണറിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമ ആദ്യം മുതൽ കേൾക്കുന്നത്. എന്തായാലും പ്രതീക്ഷകൾ വലിയ രീതിയിലേക്ക് പോകാതെ ഹൈപ്പുകൾ കുറഞ്ഞ് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. എന്തായാലും ടീസർ നല്ല ലെവലിൽ തന്നെ ഓടുന്നുണ്ട്. 1 മില്യണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും 5 മണിക്കൂറുകൾ ഉള്ളിൽ നമുക്ക്, അല്ലെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ നമുക്കറിയാം എത്രയാണ് സിനിമയുടെ ഫൈനലായിട്ടുള്ള വ്യൂസ് വരാൻ പോകുന്നത്, അതായത് ഒഫീഷ്യൽ ടീസറിനുള്ളത്. നിങ്ങൾക്ക് ഈ ടീസർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ? എന്താണ് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും മമ്മൂട്ടി കമ്പനിയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു മികച്ച സിനിമയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു തട്ടുപൊളിപ്പനോ അല്ലെങ്കിൽ കോടികൾ വരുന്ന സിനിമയൊന്നുമല്ല, നല്ല ഒരു സിനിമയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഇതുവരെ വന്നതെല്ലാം മികച്ച സിനിമകളും എല്ലാം വിജയ ചിത്രങ്ങളുമാണ്. അപ്പോൾ മികച്ച സിനിമയാണെങ്കിൽ അത് ജനങ്ങൾ ഏറ്റെടുത്തോളും. വിജയത്തിൻ്റെ കാര്യം നമുക്ക് കാത്തിരിക്കാം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒഫീഷ്യൽ ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻസുകൾ ഒന്ന് രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.